റോട്ടിലൂടെ പോയപ്പോ അവിചാരിതമായിട്ട് കണ്ടതായിട്ട് കുറേ ചട്ടി വിൽക്കുന്ന ആൾക്കാർ, കുറേ ചട്ടികള് കൊണ്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നും പതിവ് പോലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാല്ലേ. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്രഭാതമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നേരെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ പുതിയ സ്ഥലത്ത് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു പ്രഭാതമാണ്. നല്ല കിളികളുടെ ഒച്ചയും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ തങ്കുക്കുട്ടൻ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്. തങ്കുവിന് ഇപ്പോൾ ടൈ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതായത് ഇപ്പം അഴിച്ചു വിടാൻ പറ്റില്ല, കാരണം ഈ ഒരു സമയത്ത് ഈ കോമ്പൗണ്ടിലുള്ള എല്ലാവരും ജോലിക്ക് പോണ സമയമാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. അപ്പം തങ്കുവിനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ തങ്കു എല്ലാവരെയും പോയി എന്താ പറയുക തോണ്ടാൻ നിൽക്കുകയെന്ന് വെച്ചാൽ അവൻ എല്ലാവരുടെ കൂടെയും പോയി കളിക്കണം. അപ്പം അത് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കിനും ഞാൻ അവനെ തുറന്നു വരും കേട്ടോ. പിന്നെ അങ്ങനെ ഓടിക്കളിച്ചിട്ട് ആക്കും പോലെ അവൻ വരുള്ളൂ. പിന്നെ നെൽസനും ഉണ്ടാവും നമ്മുടെ ഗാർഡൻ ബോയ്. അപ്പം നെൽസൻ്റെ കൂടെയും ഒക്കെ ഓടി കളിച്ചിട്ട് അവൻ ആക്കും പോലെ വരും കേട്ടോ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രഭാതം കേട്ടോ. അടിപൊളിയാണ്. രാവിലെ ആയപ്പം അരുണേട്ടൻ ജോലിക്ക് പോകാനുള്ളൊരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഷൂവും സോക്സൊക്കെ ഇട്ടിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അരുണേട്ടൻ പോയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ തങ്കുവിനുള്ള ചോറും ചിക്കനൊക്കെ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുക്കിംഗ് തുടങ്ങാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ കിണറിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുമോയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ് കേട്ടോ. പത്തിരി നല്ല ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് രാവിലെ ബീഫ് കറി വെക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പണി എളുപ്പമാവാൻ വേണ്ടിയിട്ടാട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതേപോലെ കിണറിൻ്റെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി എനിക്ക് പോകണം. അപ്പം എന്നാൽ രാവിലത്തേക്കും ഉച്ചത്തേക്കും ഒരു കറി ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ബീഫ് കറി അങ്ങനെ നമുക്ക് വേറെ കറികളും തോരനും അങ്ങനത്തെ ഒരുപാട് കൂട്ടം കറികളൊന്നും നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് രാവിലെ തന്നെ അത് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പത്തിരി ചുടാൻ പോണത് മൺചട്ടിയിലാണ്. അതേപോലെ തന്നെ ബീഫ് കറി വെക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ്. അപ്പം ഞാൻ മൺചട്ടി ഇവിടെ എവിടുന്ന് വാങ്ങി എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആ വീഡിയോ കണ്ടിട്ട് വരാം. റോട്ടിലൂടെ പോയപ്പോ അവിചാരിതമായിട്ട് കണ്ടതായിട്ട് കുറേ ചട്ടി വിൽക്കുന്ന ആൾക്കാർ, കുറേ ചട്ടികൾ കൊണ്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. ഇതൊക്കെ കച്ചാസ് ഉണ്ടാക്കണ കലാണ് കേട്ടോ. അതായത് കല്ല് മാറ്റുന്ന കലാണ് ഈ വലുതൊക്കെ. പിന്നെ വെള്ളം ഒഴിച്ചു വെക്കാൻ അവർ ഉപയോഗിക്കും. അതേപോലെ നമ്മുടെ മീൻ ചട്ടീൻ്റെ ഒക്കെ അതേപോലത്തെ ചട്ടികൾ കണ്ടോ. ഇത് കുറച്ച് പരന്നിട്ടുള്ള ചട്ടി കണ്ടോ. പിന്നെ ഇത് കണ്ടോ ഉരുണ്ടിട്ടുള്ള ചട്ടി. ഇതിൽ നമുക്ക് മീൻകറിയൊക്കെ വെക്കാൻ പറ്റില്ലേ. അടിപൊളി. കണ്ട് ഭയങ്കര സന്തോഷം. 2-3 വാങ്ങാട്ടോ നമുക്ക്. ഞാൻ കൊറേ വിചാരിക്കുന്ന ഒരു ചട്ടി വാങ്ങണം, പക്ഷെ ഇവിടെ എവിടെയും കാണാനില്ല. അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചോണ്ടുന്ന മൺചട്ടി. ഇത് ആദ്യം ഒന്ന് മയക്കി എടുക്കണം. അപ്പൊ ഞാൻ മയക്കി എടുക്കാൻ ഞാൻ വീട്ടിൽ വിളിച്ചപ്പോ ചോദിച്ചപ്പോ നമ്മൾ സാധാരണ പണ്ടൊക്കെ മൺചട്ടി മയക്കി എടുത്തത് പണ്ട് ആദ്യമൊക്കെ മൺചട്ടി മയക്കെടുത്തത് ഇതിൻ്റെ ഉള്ളിൽ ഊമി ഇട്ടിട്ട്, അത് നെല്ലിൻ്റെ ഒരു ഊമി ഉണ്ടാവില്ല, ആ ഊമി ഇട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ഒരു തീനാളം വരുമ്പോഴാണ് ഇത് മയങ്ങി വരിക. പക്ഷെ ഇപ്പം നമുക്ക് ഊമിയൊന്നും കിട്ടാനില്ല. നമ്മൾ പണ്ട് നിന്ന സ്ഥലത്താണെങ്കിൽ, പണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് പണ്ടല്ല, ഒരു 2 വർഷം മുന്നേ നിന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊമിയൊക്കെ കിട്ടുമല്ലോ കേട്ടോ. കാരണം ആ ഒരു ഏരിയ മൊത്തം നെൽകൃഷി ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നും കിട്ടാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെള്ളം നിറച്ച് വെച്ചിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ 2 വട്ടം അങ്ങനെ വെള്ളം നിറച്ച് തിളപ്പിച്ച് വെച്ചാൽ ഇത് മയങ്ങി കിട്ടുന്നതാണ് എന്നോട് പറഞ്ഞേ. അപ്പം ഞാൻ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പം ഇത് ഞാൻ എന്തിനാന്ന് പറയുക, മീൻ വെക്കാൻ വേണ്ടി, മീൻ കറി വെക്കാൻ വേണ്ടി മേടിച്ച മൺചട്ടിയാണ് കേട്ടോ. കണ്ട അത്യാവശ്യം കുഴിയുണ്ട്. പിന്നെ പത്തിരിക്ക് വേണ്ടി മേടിച്ചത്, പത്തിരി അല്ലെങ്കിൽ ഓട്ടടയൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടി മേടിച്ച ചട്ടിയാണ് കേട്ടോ. ഇതും കറി വെക്കാൻ പറ്റുന്ന ചട്ടിയാണ്. പിന്നെ ഇങ്ങനെ പരന്നിട്ടുള്ളത് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. നല്ല ചട്ടിയാണ് കേട്ടോ. അതെ
ഫുള്ളുണ്ടോ? അതേപോലെ നമുക്ക് വലിയ കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ, ബീഫ് കറി അങ്ങനത്തെ വലിയ എന്തെങ്കിലും ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ പത്തിരിച്ചട്ടി വാങ്ങില്ല, അതിൻ്റെക്കാട്ടിലും ഒന്നുകൂടി വലുപ്പമുള്ളത് ഒരേപോലത്തെ സെയിം ആണ്, അതായത് ഷേപ്പ് സെയിം ആണ്, പക്ഷെ കുറച്ചും കൂടി വലുപ്പമുള്ളതാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇത് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ, നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. ഇത് ഇവരെ ആരോ വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരോ വന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവർക്കത് സ്വയം തൊഴിലായി. പിന്നെ ഇവിടെ ഉണ്ടാക്കണവരല്ല, ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കണവരല്ല, ലിലോങ് വേ സിറ്റിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പൊ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സിറ്റിയിലൊക്കെ പോകുമ്പോൾ, ഏതെങ്കിലും ഹോളിഡേയ്സിൽ നമ്മൾ സിറ്റിയിൽ പോകുമ്പോൾ ഇവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്നത് പോലെയാണോ നമുക്കറിയില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ അന്നൊരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഉണ്ടാക്കിയ ചട്ടി നല്ല അടിപൊളി ചട്ടിയാണ്, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. പ്യോർ എന്താ പറയാ, മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സിമെന്റ് മിക്സ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, അത് വെറും മണ്ണാണ് എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് ചൂളയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ടുള്ള ചട്ടിയാണ്. അപ്പൊ ഞാൻ 3 ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കാനുള്ള ഒരു സമയം കിട്ടിയത്. അപ്പം ഇതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് നമുക്ക് കുക്കിങ് തുടങ്ങാം. അപ്പൊ ഞാൻ ഈ ചട്ടിയിൽ വെള്ളം നിറച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കാം. നേരെ ഗ്യാസിൽ വെക്കാം കേട്ടോ. ഗ്യാസിലൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. തീ കത്തിക്കാൻ എൻ്റെ ഈ ലൈറ്റർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇത് ഗ്യാസ് കത്തിക്കാൻ ലൈറ്റർ കേട് വന്നുപോയി. തീപ്പെട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായി തിളച്ച് വരട്ടെ. പിന്നെ ഈ ചട്ടി ഇപ്പം ഞാൻ മയക്കുന്നില്ല, കാരണം അത് മീൻ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ചട്ടിയാണ്. അപ്പം ഇത് പിന്നെ ചെയ്യാം. അപ്പോൾ ഇത് 2 ചട്ടിയിലും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ കിടന്ന് ചൂടാവട്ടെ. ആ നേരം കൊണ്ട് കുക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും ഒക്കെ. അപ്പോൾ കിച്ചണിലെ പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള തക്കാളിയാണ്, ഫ്രഷ് തക്കാളി, അധികം പഴുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ എല്ലാം ബീഫ് ഇതാ കഴുകി നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സബോള, ഇത് ഞാൻ തേങ്ങാക്കൊത്താണ് കേട്ടോ, തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലും ഉള്ളി അരിഞ്ഞ് വെച്ചേക്കാണ് കേട്ടോ. അപ്പോഴേ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് ഇന്ന് റെഡിയാക്കിയത് തങ്കൂനുള്ള ചോറാണ് കേട്ടോ. തങ്കൂന് നമ്മൾ ചോറും ഇന്ന് ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ അതാണ് കേട്ടോ കൊടുക്കുന്നത്. ഓരോ ദിവസം നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ. ചില ദിവസം നമ്മൾ ചിക്കൻ കൊടുക്കും, ചില ദിവസം ചിക്കൻ്റെ ലിവർ കൊടുക്കും. അങ്ങനെ തങ്കുവിൻ്റെ താല്പര്യത്തിനനുസരിച്ച്. പക്ഷെ എന്ത് കൊടുത്താലും കഴിക്കൂട്ടോ, അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ പുറത്ത് ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം ഞാൻ ലോക്കാക്കിയിട്ടിട്ടുണ്ട്. ഇത് കൂട്ടിൻ്റെ ഉള്ളിലല്ല, പുറത്ത് തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ ഞാനൊരു ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇല്ലെങ്കിൽ ഓടി കളിക്കാൻ പോകും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും തുറന്നു വിടാമെന്ന് വിചാരിച്ചു. അപ്പം അതെ തങ്കുവിനുള്ള ചോറാണ് കേട്ടോ. അതായത് ഈ ചിക്കൻ്റെ ലിവർ ഇങ്ങനെ ചോറിൽ മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് ആക്കി കൊടുക്കും കേട്ടോ. ഇത് തങ്കുവിന് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ അധികവും നമ്മൾ കൊടുക്കാറില്ല അങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, തങ്കുവിൻ്റെ ചോറ് ഞാൻ ഇങ്ങനെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് തങ്കുവിന് കൊടുക്കാം കേട്ടോ നമുക്ക്. കണ്ണിൽ വന്നു കണ്ണു പൊത്തു തോളിലെന്നു പോയി, കാറ്റു വന്നു പൊന്മുളകൻ. കുഞ്ഞിരി ഇരിക്കി. ആ എന്ത് എടാ മണ്ട അടങ്ങിരി തങ്കം. ഇതിപ്പോൾ കണ്ട തങ്കു ഇങ്ങനെ തുള്ളിച്ചാടുന്നത്, 2 കാലിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഇതേപോലെയാണ് എല്ലാവരും എടുത്തിട്ടോ. ഇങ്ങനെ തുള്ളിച്ചാടിയും കൊണ്ടായിരിക്കും. അതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കാരണം അവൻ വിചാരിക്കും അവൻ്റെ കൂടെ കളിക്കാൻ വന്നതാണെന്നുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ. പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇട്ടിട്ടുള്ള ചെറിയൊരു ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൊടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണത്. ചോറും ചിക്കനും, അല്ലെങ്കിൽ ചോറും ചിക്കൻ്റെ ലിവറൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെൽസൺ ഇവിടെ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. കൃഷിയിടത്തിൽ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക.
ചെറിയ ഉള്ളിയാണ് കേട്ടോ ഈ ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ വഴുതനങ്ങ നട്ടത് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് ചെടി. അപ്പം അതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെടീൻ്റെ ചോട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ചെടിക്ക്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ഭാഗം ഇളക്കി കൊടുക്കണം കേട്ടോ. നെൽസൺ അവിടെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐറിഷ് പൊട്ടറ്റോൻ്റെ ചെടിയൊക്കെ നന്നായിട്ട് വലുതായി. കണ്ടില്ലേ ഉള്ളിപ്പൂവ് വലുതായിട്ടോ, ഉള്ളീൻ്റെ പൂവ്. ഇതൊരു ദിവസം പറിച്ച് തോരൻ വെക്കണം. എനിക്കിഷ്ടമാണിത്. 3 ഉള്ളൂ കേട്ടോ, പക്ഷെ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പത്തിരി പരത്താനുള്ള പലക ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക്. അല്പാൽപ്പായിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇളക്കിയെടുക്കണത്, കാരണം ഇച്ചിരി ചൂട് കൂടുതലുണ്ട്. അപ്പോൾ ഇളക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പിന്നെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈ വെച്ച് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ കുഴക്കേണ്ടത്. ഇത് ഒന്നായിട്ട് കുഴക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്താ പറയുക, കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ പകുതി ആക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് നല്ല നൈസായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പത്തിരി പരത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഉണ്ട് പത്തിരി, കാരണം പത്തിരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് അരിഞ്ഞിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ പത്തിരി അറിയണത്. അപ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി വരുമ്പോൾ നമ്മൾ സാധാരണ വൈകുന്നേരം കഴിക്കുമല്ലോ, അപ്പോൾ അതുപോലെ കഴിച്ചാലും കുഴപ്പമില്ല, കുറച്ചധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എല്ലാം ഞാൻ ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാണ് കേട്ടോ. നല്ല അടിപൊളി അരിപ്പൊടിയാണ്. അരിപ്പൊടീൻ്റെ കാര്യം പറയാതിരിക്കാനേ വയ്യ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത പത്തിരിയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് ഉരുളകളാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ ബീഫ് വെച്ചിട്ടുണ്ട് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അച്ചാണ്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സെറ്റ് ബോൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അതേ ഞാൻ പത്തിരി പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പലകയിൽ കുറച്ച് മാവ് പൊടി വിതറിയിട്ട് ഞാൻ പത്തിരി പരത്തിയെടുക്കാൻ പോവുകയാണ്. ശരിക്കും പത്തിരി ചൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ആ പ്രസ്സറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് പത്തിരി റെഡിയായി കിട്ടും കേട്ടോ. ഉണ്ടാക്കാൻ അധികം സമയവും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ, കാരണം നമ്മളിങ്ങനെ പരത്തിയെടുക്കണമല്ലോ റൗണ്ടാക്കിയിട്ട്. അപ്പോൾ കുഞ്ഞു പത്തിരികളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പത്തിരി പരത്തി എത്ര ഇങ്ങനെ ആവുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഷേപ്പൊന്നും അത്ര വലിയ പെർഫെക്റ്റ് അല്ലെങ്കിലും പത്തിരീൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പത്തിരി പരത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാസിൻ്റെ അടുപ്പിൽ ഞാൻ ബീഫ് വേകാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങ നീരും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുരുമുളക് ഇട്ടിട്ട് ഞാൻ ബീഫ് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീഫ് കുക്കറിലിട്ട് വെന്തതിന് ശേഷം ഞാൻ അത് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കാനാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഞാനത് പറ്റ വരട്ടുന്നില്ല, എന്നാൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം, അങ്ങനത്തെ രീതിയിലായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പം പത്തിരിക്കുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പത്തിരി നമ്മുടെ ചട്ടിക്ക് അടിപൊളിയായിട്ട് എന്താ പറയുക മയക്കിയെടുക്കാന്നൊക്കെ പറയില്ലേ, അടിപൊളിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ഒരു പത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഇനി പത്തിരി ചൂടാൻ പോണത് കണ്ടോ, നന്നായിട്ട് പൊന്തിയൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് മറച്ചിടാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് പത്തിരീൻ്റെ പൊടിയൊക്കെ നന്നായി കുഴച്ചതുകൊണ്ട് കണ്ടോ പൊന്തി വരുന്നുണ്ടോ, കാണുന്നുണ്ടോ, കണ്ടോ നല്ല പഫി ആയിട്ട് പൊന്തി വരുന്നുണ്ട് ഇത്.
അപ്പോൾ പത്തിരിയൊക്കെ പൊന്തി വരുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞാൻ കുഴച്ചത് ഏതായാലും ഓക്കെ ആയല്ലോ എന്നുള്ളൊരു, കാരണം നമ്മളിപ്പോൾ പത്തിരിക്കാണെങ്കിൽ ഉൾപ്പെട്ട് നമുക്ക് കുഴയ്ക്കുമ്പോൾ ആ ഒരു മാവ് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങേറാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്തിരി അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പത്തിരിയും ബീഫ് കറിയും. അപ്പോൾ അരുണേട്ടൻ കഴിച്ചിട്ട് പോയിട്ട് അത് കാണിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കാരണം അരുണേട്ടൻ ഇന്ന് തിരക്കായതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി കഴിച്ചിട്ട്. അപ്പം ഞാൻ ഇനി പത്തിരി കഴിക്കാൻ പോവാണ്. അടിപൊളി പത്തിരിയും ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് വഴി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കവറിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അരുണേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണ അവർ വീട്ടിൽ പോകുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ലിലോങ് വേലായിട്ട് താമസിക്കണേ. അവരുടെ ഫാമിലി ഉണ്ട് ലിലോങ് വേല്. അപ്പോൾ അത് കുറച്ച് മുളക്, ബജി മുളകില്ലേ, ഞാൻ ചെടിയിലുണ്ടായിരുന്നതെല്ലാം പറിച്ചു കിട്ടും. അത്രയധികം ബജി മുളകും പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്പം ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കുറച്ച് തക്കാളിയും ചെറുതക്കാളിയും ഒക്കെ ആക്കിയിട്ട് ഞാൻ കൊടുത്തു വിടുകയാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് അതിലും വേറെ ഒരു ഹാപ്പിനെസ് കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതന്നല്ല, പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മളുണ്ടാക്കിയത് വേറെ ആർക്കും കൂടി കൊടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പയറൊക്കെ കുറച്ചുള്ളൂ, ഒരൊറ്റ തോരനൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് ഞാൻ ഇതിൽ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂർക്കൽ കേട്ടോ. കൂർക്ക മൊത്തമൊന്നും പറിച്ചില്ല, കാരണം അതിൻ്റെ അടിയിലില്ല. ചിലതൊക്കെ പറിച്ചപ്പോൾ അതിൻ്റെ അടിയിലില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ മൊത്തം പറിച്ചില്ല, ഇനി അതിലുണ്ടോയെന്ന് തന്നെ അറിയില്ല. അപ്പോൾ കുറച്ച് കൂർക്കയും കൊടുത്തു വിടുകയാണ്. ഇതൊക്കെ ഞാനൊരു കവറിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അവർ വരുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി. ഒക്കെ രാവിലെ തന്നെ ചടപടയാണ് പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് പത്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കി. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പണി തീരുമല്ലോ. അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര തലവേദനയും ജലദോഷം എന്ന് വെച്ചാൽ കഫക്കെട്ട് ഉണ്ടാവില്ല, കഫക്കെട്ടിൻ്റെ തലവേദന അതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ കുളിച്ചില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ പറിച്ച് കണ്ടില്ലേ, നിങ്ങൾ കണ്ടു കാണാൻ കവറിലാക്കിയത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുണയിലേ പോകാൻ നിൽക്കുകയാണ്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പുണയിലേ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. റെഡി ആയിട്ടില്ല, ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പുണയിലേ പോവാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അടുത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ സമയം കാണിച്ചു തരാം കേട്ടോ. നോക്കാം നമുക്ക്. അങ്ങനെ പുണയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മെയിൻ റോഡാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇതെന്താ റോഡ് ഫുള്ള് മണ്ണാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇവിടെ റോഡ് പണിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഫുള്ള് ഇളക്കി മറിച്ചിട്ടേക്കാണ്. അതായത് 2 വരിയായിട്ടാണ്. ഈ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നതും വരുന്നതും. അപ്പുറത്തെ സൈഡിൽ, അതായത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റോഡിൻ്റെ സെൻറ്ററിൽ നിന്നല്ലോ, അത് കണ്ടോ, ഒരു മഞ്ഞ എന്താ പറയുക ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ. അവിടെയാണ് ഇപ്പോൾ റോഡ് പണി നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോകാനുള്ളൊരു വഴി അവർ വേറെ ഉണ്ടാക്കിയേക്കാണ്. മണ്ണിൻ്റെ റോഡാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവരെപ്പോഴും വെള്ളം നനയ്ക്കുന്നുണ്ട് റോഡ്, അതുകൊണ്ട് കുറച്ച് കുറവുണ്ട് പൊടി, എന്നാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് നമ്മൾ പുണയിലെത്താനായി. നമ്മൾ കസൂങ്കു അല്ലെങ്കിൽ കസേസ എന്ന്, നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ റോഡ് എന്ന് പറയുന്നത് കസേസയാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് പുണയില വരെ റോഡ് പണി തന്നെയാണ് കേട്ടോ. ഫെയറിൻ്റെ അവിടുത്തെ കോമ്പൗണ്ടിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഫെയറിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് നടത്താനുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയത് ഈ ഒരു ഷീറ്റിൻ്റെ കഷ്ണം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മുടെ കിണറിൻ്റെ ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ കഷ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിവിടെ പാത്രമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ, ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ അപ്പോൾ അവർ നല്ല ഷീറ്റ്, ഇത് നല്ല വിലയുള്ള ഷീറ്റാണ്, അവർ പുറത്തുനിന്ന് കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഷീറ്റിൻ്റെ ഒരു പീസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ ഞാനിവിടെ. ഇവിടെ ആൾക്കാരൊക്കെ തകൃതിയായിട്ട് എന്താ പറയുക, കപ്പലല്ല നമ്മുടെ വാട്ടറിങ് ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ വേറൊരു ചായ ഉണ്ടാക്കുന്ന ഒരു ടീപ്പോട്ട് കണ്ടില്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സൈഡിൽ ചേട്ടൻ ഇതിൻ്റെ അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 മീറ്ററിന് 15,000 മലാവി കോച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 1/2 മീറ്ററായിട്ട് മേടിച്ചാൽ നമുക്ക് 1/2 മീറ്റർ മതി, അത് തന്നെ അത്യാവശ്യം ഉണ്ടാകും. കാരണം ഇതിന് വീതി ഉള്ളതുകൊണ്ട് 1/2 മീറ്റർ തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ നല്ല ആ ചുറ്റോടെ മൊത്തം ആൾക്കാർ ഭയങ്കര ബിസിയാണ്. അത് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൊട്ടും മേളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ
അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഷീറ്റൊക്കെ വാങ്ങി പോരുന്ന വഴിക്ക് ഞാൻ കുറച്ച് കയറ് മേടിച്ചു കേട്ടോ. നമ്മുടെ കിണറിൻ്റെ ഉദ്ഘാടനമൊക്കെ എല്ലാവരും കണ്ടു കാണും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും അതിൻ്റെ മുന്നേ ഇടേണ്ടിയായിരുന്നു, ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കയറ് മേടിച്ചിട്ടുണ്ട് കിണറിൽ വെള്ളം കോരാൻ വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ കടകൾ. ഇഷ്ടം പോലെ സാധനങ്ങളാണ്, ഏറ്റവും സാധനം സാധനങ്ങൾ കിട്ടും. പക്ഷേ കടയൊന്നും അത്ര വലിയ കടയും വലിയ ഷോപ്പായിട്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് അങ്ങനെയൊന്നല്ല. പക്ഷേ ഉള്ള സ്ഥലത്ത് ഒരു ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ. അപ്പം നമ്മുടെ കിണറിന്റെ ബോർഡ് എഴുതിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പം ഇവിടെ ഒരു ചേട്ടൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇതാ ഈ ഒരു ചെറിയൊരു കടയാട്ടോ, ഇതുണ്ടോ, ഇത്ര വലുപ്പമുള്ളൊരു കുഞ്ഞു കടയാണ്. അവിടെ കുറേ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എഴുതിയതൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ചെറിയ ഷോപ്പാണ്. അപ്പം ഞാൻ എൻ്റെ ഫോൺ കൊടുത്തേക്കാണ്ട് എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. അപ്പം അതിൽ എഴുതുകയാണ്. ഇതൊക്കെ ഈ ഒരു ആൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ്. ഇപ്പം എന്തോ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരമാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതുണ്ട്, ഇതൊക്കെ ഈ ചേട്ടൻ വരച്ച ചിത്രങ്ങളാണ്. അപ്പോൾ ബോർഡ് എഴുതാനുള്ളതൊക്കെ ആ ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഫെയർ ഷോപ്പിലേക്ക് തിരിച്ച് വന്നേക്കാണ് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ചേട്ടൻ ബോർഡ് എഴുതി കഴിയാൻ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ മതിയായിരുന്നു, എന്നാലും തട്ടിമുട്ടി 1.5 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ ഫെയറിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചരി ഞാൻ വാങ്ങാൻ കേട്ടോ. ഇത് നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പച്ചരിയാണ്. അപ്പോൾ പച്ചരി വാങ്ങി പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ. ഫെയറിൽ പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ പച്ചരിയും പാല് പഞ്ചസാര പിന്നെ ഒരു തീപ്പെട്ടീൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലൈറ്റർ കേടാണ്. ഇവിടെ ഈ ഷോപ്പിൽ ചോദിച്ചപ്പോഴും ലൈറ്റർ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു തീപ്പെട്ടീൻ്റെ പാക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഞാൻ മേടിച്ചത് ഇതാണ്, നമ്മുടെ കോൺ ഉണ്ടല്ലോ, പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോണിൻ്റെ ആ ഒരു സീഡ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുമാണ് മേടിച്ചത്. ഇത്രേ മേടിച്ചോളൂ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് ഇനി തിരിച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം, നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്നിടത്തേക്ക് തന്നെ പോകണം. എന്നിട്ട് ബോർഡൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വേണം പോകാൻ കേട്ടോ. തിരിച്ച് നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എഴുതുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഷോപ്പ്, അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ട്രക്കും കാറും. കാരണം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 4:30യോ 5 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. അവർ എങ്ങനെയാണ് ബോർഡ് എഴുതിയെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. പോയി നോക്കണം. എനിക്കും ചെറിയ ടെൻഷനുണ്ട്, ഓക്കെ ആയിട്ടുണ്ടോ നന്നായിട്ട് എഴുതുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആകാംക്ഷയും ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. തൊട്ടടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. ഫെയറിന് ഒരു 2-4 ഷോപ്പ് അപ്പുറത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ പുറത്ത് നമ്മളെന്തായാലും വണ്ടിയിലാണല്ലോ പോകണത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര തിരക്ക് തോന്നുന്നത് കേട്ടോ. നടന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും കേട്ടോ. പിന്നെ വണ്ടിയിലായതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക നിന്ന് പതുക്കെ പോകുന്നത്. അങ്ങനെ അത് ആ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഈ ചേട്ടൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്ത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് എഴുതുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം സമാധാനമായിട്ടോ. കാരണം നമ്മളത് കിണറിൻ്റെ അവിടെ പിൻ ചെയ്ത് വെക്കാനുള്ളതാണല്ലോ. നന്നായി എഴുതിയില്ലെങ്കിൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടെൻഷനായിരുന്നു നന്നായി എഴുതണേ എന്നുള്ളത്. എന്തായാലും അടിപൊളി എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1 മണിക്കൂറല്ല, ഒരു 3/4 മണിക്കൂർ വേണമെന്ന് പറഞ്ഞാൽ ഏകദേശം കഴിയാനായി, കുറച്ചും കൂടി ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം 5:30 ആയി കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച അല്ല, ഇപ്പോൾ ഷോപ്പൊക്കെ അടച്ചു തുടങ്ങി, ഓരോ ഷോപ്പുകളൊക്കെ കണ്ടില്ലേ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ. നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലല്ല കേട്ടോ, നമ്മൾ കുറച്ച് അങ്ങോട്ട് മാർക്കറ്റിൽ നിന്ന് മാറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറവാണ് കേട്ടോ. നമുക്കിവിടെ നിൽക്കണേനൊന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ സുമിയ വൈകുന്നേരം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടാന്ന്. ഇവിടെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഒരു
നമ്മളെ ഒരു നോട്ടം കൊണ്ട് പോലും മോശമായിട്ട് നോക്കുന്ന ആൾക്കാരല്ല കേട്ടോ ഇവിടെ. അതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമാണ് മലാവിയിൽ. ഇപ്പം ഞാൻ പോയ മാർക്കറ്റുകളിലോ ഗ്രാമങ്ങളിലോ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു നോട്ടം കൊണ്ട് പോലും മോശപ്പെടുത്തുന്ന രീതിയിൽ അവർ ചെയ്തിട്ടില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇവിടെ ഒരു കുഴപ്പമില്ല, സേഫായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈവനിങ് ആയി തുടങ്ങി, ലൈറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.